ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കീപ് വ്ളോഗ്സ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പ്രവാസ നായകനായ കൽക്കി എന്ന മൂവിയുടെ റിവ്യൂ ആയിട്ടാണ്. സോ നമുക്ക് നേരെ വീഡിയോട്ട് പോയേക്കാം. ഗൈസ്, നമ്മൾ ഈ ഒരു മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഇതിന്റെ സംവിധാനത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. നാഗ് അശ്വിനാണ് ഈ ഒരു മൂവി സംവിധാനം ചെയ്തിട്ടുള്ളത്. തുടക്കത്തിൽ തന്നെ വളരെ സ്ലോയിൽ പോയിക്കൊണ്ടിരുന്ന ഈ ഒരു മൂവി സെക്കൻഡ് ഹാഫ് എത്തിയപ്പോഴേക്കും അടിമുടി അതിന്റെ ഗ്രാഫ് അങ്ങ് മാറി. പിന്നെ മികച്ച സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. കൽക്കി എന്നൊരു മൂവി എടുത്തിട്ടുള്ളത് മഹാഭാരതത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ്. സോ എല്ലാവർക്കും മനസ്സിലാവുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു മൂവി ചെയ്തിട്ടുള്ളത്. രണ്ടാം പകുതിയിലെ അഭിനേതാക്കളുടെ പ്രകടനം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്, പ്രത്യേകിച്ച് നമ്മുടെ അമിതാഭ് ബച്ചന്റെ കഥാപാത്രം. അദ്ദേഹത്തിന്റെ കഥാപാത്രമാണ് ഈ ഒരു മൂവിയുടെ ഗ്രാഫിനെ വീഴാതെ തന്നെ അവസാനം വരെ പിടിച്ചു നിർത്തിയിട്ടുള്ളത്. ഈ ഒരു മൂവിയിൽ മറ്റു കഥാപാത്രങ്ങളെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പ്രീതി നേടിയ വേറൊരു കഥാപാത്രമായിരുന്നു ബുജി എന്ന റോബോട്ട്. വേറൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. അതായത് അമിതാഭ് ബച്ചന്റെ കഥാപാത്രമായിക്കോട്ടെ, അതുപോലെ തന്നെ കമലഹാസന്റെ കഥാപാത്രം വേറെ ലെവൽ ഗോഡ് പെർഫോമൻസ് ആണ് രണ്ടുപേരും കാഴ്ചവെച്ചത് ഈ ഒരു മൂവിയിലൂടെ. അവസാന ഷോട്ടൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ കയ്യിൽ രോമാഞ്ചമൊക്കെ വന്നു തുടങ്ങും. അത്രയും മനോഹരമായ സീൻസുകളായിരുന്നു ഈ ഒരു മൂവിയിൽ ഉണ്ടായിരുന്നത്. ഹാഫ് ഒരു ആവറേജ് രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. സെക്കൻഡ് ഹാഫ് എത്തിയപ്പോഴേക്കും ബാഹുബലി ലെവൽ പെർഫോമൻസ് ആയിരുന്നു പ്രഭാസ് കാഴ്ചവെച്ചിരുന്നത്. അത്രയും വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു സെക്കൻഡ് ഹാഫ് തൊട്ട് ഈ ഒരു മൂവിയിലെ എല്ലാ കഥാപാത്രങ്ങളും ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഈ ഒരു മൂവി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഗൈസ്, ഇത്രയുള്ള ഈ ഒരു വീഡിയോ കൽക്കി മൂവിയെ കുറിച്ച് എന്റെ ഒരു അഭിപ്രായം നിങ്ങളുമായി ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പോ അടുത്തൊരു മൂവിയുടെ അപ്ഡേറ്റുമായി കാണാം. അതുവരേക്കും ബൈ ഗൈസ്, ടേക്ക് കെയർ.